ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതിന് ശേഷം ശരത്ത് കട്ടിൽ കിടക്കുമ്പോഴും സച്ചി അടിച്ച ആ ഒരു ഓർമ്മ തന്നെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്താണ് രേവതി റൂമിൽ വന്നിട്ട് ശരത്തിനോട് ചോദിക്കുകയാണ്, മോനെ എങ്ങനെയാണ് അത് പറ്റിയത്, ചേച്ചിയെടുത്തെങ്കിലും സത്യം പറയുമെന്ന് പറയുമ്പോൾ ശരത്ത് ഉള്ള കാര്യം പറയാനോട്ടോ, എന്നെ സച്ചിയേട്ടനാണ് ഇങ്ങനെ അടിച്ചത്, ചേച്ചി എൻ്റെ കൈയൊക്കെ പിടിച്ച് മടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് പറയാണ്. അത് കേൾക്കുമ്പോൾ രേവതിക്ക് ഇങ്ങനെ കലി വന്നിട്ട് രേവതി നേരെ സച്ചിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. സച്ചിയാണെങ്കിൽ കാറിൻ്റെ ഔട്ടിലൊരു പേപ്പറും പിടിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. രേവതി വന്നിട്ട് സച്ചിയെടുത്ത് പൊട്ടിത്തെറിക്കുന്നുണ്ട്, എൻ്റെ അനിയനെ ഇഞ്ചം പരി വാക്കിയിട്ട് നിങ്ങളിവിടെ വന്നിട്ട് സുഖമായിട്ട് ഉറങ്ങാല്ലേ, നിങ്ങളിങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സച്ചിയാണെങ്കിൽ രേവതി എടുത്ത് മറിച്ചൊന്നും പറയണമെന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചന്ദ്രമതിര മാല മോഷ്ടിച്ചത് ഇവനാണെന്നുള്ള കാര്യം രേവതി അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വിഷമം രേവതിക്ക് ആലോചിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ്. പിന്നീടാണെങ്കിൽ രേവതി വീട്ടിൽ വന്നതിന് ശേഷം സച്ചി എടുത്ത് മെയിൻ്റൊന്നും ചെയ്യുന്നില്ല. സച്ചി മിണ്ടാൻ പോണ സമയത്തൊക്കെ രേവതി കൈ കൂപ്പിയിട്ട് പറയുന്നത്, ദയവിട്ട് എന്നോട് നിങ്ങൾ സംസാരിക്കാൻ വരണ്ടെന്ന് പറയുന്ന സമയത്ത് സച്ചി മിണ്ടാണ്ട് പോവാണ്. പിന്നീട് രാത്രി കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് സച്ചിയാണെങ്കിൽ പായ എടുത്തിട്ട് നേരെ ടെറസിൻ്റെ മുകളിലേക്ക് പോകാൻ കേട്ടോ. അപ്പോഴും രേവതി എടുത്ത് മിണ്ടാനോ സംസാരിക്കാനോ നിൽക്കണമെന്നില്ല. അപ്പോൾ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.